ഇന്ന് നടന്ന, അതായത് 16/3/2024 നടന്ന +2 അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ കീ വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് നിങ്ങൾ എഴുതി വെച്ച ആൻസറുകൾ ശരിയാണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും. ഒപ്പം തന്നെ ഇനി +2 പഠിക്കുന്ന കുട്ടികൾക്ക്, ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ, അതായത് കൊമേഴ്സ് ക്ലാസ് പാർട്ണർ ചാനലിൽ +2 അക്കൗണ്ടൻസി എന്ന പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ട് പഠിച്ച് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ എക്സാമിന് ശേഷമുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കുക, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അണ്ടർ ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പാർട്ണേഴ്സ് കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്കറിയാം ദർ ആർ 2 അക്കൗണ്ട്സ് അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും. അപ്പോൾ അവിടെ കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ പാർട്ണേഴ്സ് കമ്മീഷനൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലേ. കറണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ ദ എമൗണ്ട് ഓഫ് ജനറൽ റിസർവ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ. നമ്മുടെ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ജനറൽ റിസർവിൻ്റെ എമൗണ്ട്, ബാലൻസ് ഷീറ്റിലെ ജനറൽ റിസർവിൻ്റെ എമൗണ്ട് നമ്മൾ ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോയിലാണ് അല്ലേ. അതായത് ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള ജനറൽ റിസർവ് നമ്മുടെ ഇപ്പോഴുള്ള പാർട്ണേഴ്സ് ഓൾഡ് റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇൻ കേസ് ഓഫ് ഡെത്ത് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ ഡിസീസ്ഡ് പാർട്ണർ, ഏതെങ്കിലും ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് ആ ഡിസീസ്ഡ് മരണപ്പെട്ട പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ടാണ്. അതായത് ഡിസീസ്ഡ് പാർട്ണറുടെ എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Then X, Y and Z are partners sharing profit in the ratio of 5:3:2. X retains and new ratio between Y and Z. അപ്പോൾ ഇവിടെ എക്സ് ആണ് റിട്ടയർ ചെയ്യുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു റേഷ്യോ തന്നിട്ട് ഒരാൾ റിട്ടയർ ചെയ്യുന്നതായിട്ട് പറയുകയാണെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണല്ലേ. ഇവിടെ എക്സ് എന്ന് പറയുന്ന ആളുടെ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണല്ലേ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷമുള്ള ബാക്കിയുള്ള റേഷ്യോ ആണ് 3:2 ആണ് ന്യൂ റേഷ്യോ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ദെൻ റൈറ്റ് ദ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ, ഈക്വലായിട്ട് തുല്യമായിട്ട് എടുക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്തായിരിക്കും, അത് 6% ആയിരിക്കും അല്ലേ, 6% ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് എടുക്കുക, ഇല്ല എങ്കിൽ 6% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈടാക്കേണ്ടത്. എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ണർ അക്വയർസ് 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം മെൻഷൻ ദ റൈറ്റ്സ്. ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ആകുമ്പോൾ 2 പ്രധാനപ്പെട്ട അവകാശങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, അത് മെൻഷൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ്സ് ഓഫ് ന്യൂ പാർട്ണർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം. പുതിയ ഫേമിൽ നമുക്ക് ആ ഒരു അസറ്റിന്മേലുള്ള ഷെയർ പാർട്ണർക്ക് അവകാശമുണ്ട്. ദെൻ ഒപ്പം തന്നെ പാർട്ണർഷിപ്പ് ഫേമിലെ ഫ്യൂച്ചർ പ്രോഫിറ്റിലും ഉള്ള അവകാശം പുതിയ പാർട്ണർക്ക് ഉണ്ടായിരിക്കും അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഫിൽ അപ്പ് ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ. ഒന്ന്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസസ് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിൽ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ ആ ലോസസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഈടാക്കേണ്ടത് അല്ലെങ്കിൽ നികത്തേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണല്ലേ, ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതിനുശേഷം പ്രോഫിറ്റ് ഉപയോഗിച്ചതിന് ശേഷം നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ അല്ലേ. ലാസ്റ്റ്ലി ഇഫ് നെസസറി ബൈ ദ പാർട്ണേഴ്സ് ഇൻഡിവിജ്വലി. അവസാനം ആവശ്യമുണ്ടെങ്കിൽ പാർട്ണേഴ്സ് ഇൻഡിവിജ്വലായിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇനിയും പണം ആവശ്യമുണ്ടെങ്കിൽ അവർ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മളോട് പഠിച്ചു വെക്കേണ്ടത് അല്ലേ. ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അശ്വിൻ ആൻഡ് നേഹാർ പാർട്ണേഴ്സ്, അവരുടെ റേഷ്യോ 5:3 ആണ്. പുതിയൊരു പാർട്ണർ സച്ചു അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു, അയാൾക്ക് 1/4 ഷെയർ ആണ് കൊടുക്കുന്നത്. ഹി ഷുഡ് ബ്രിങ് 75,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ 40,000. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ക്യാപിറ്റലും ഒപ്പം തന്നെ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആയിട്ട് എഴുതാവുന്നുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, അതായത് സച്ചു കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 75,000, സച്ച് കൊണ്ടുവന്ന ഗുഡ് വിൽ എന്ന് പറഞ്ഞ് 40,000, രണ്ടോടും കൂടി 1,15,000 രൂപ കൂട്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഗുഡ് വിൽ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം അല്ലേ, ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു അശ്വിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു നേറാസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഗുഡ് വില്ലിന് പകരം നമ്മൾ ആദ്യം ഈ രീതിയിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതാറുണ്ട് അല്ലേ.
ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സച്ച് ക്യാപിറ്റൽ, അതായത് നമ്മൾ കോമ്പൗണ്ട് എൻട്രി അല്ലാതെ നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന മാത്രം എഴുതാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഗുഡ്വിൽ അത് വിഡ്രോ ചെയ്ത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്രിഫൈസ് റേഷ്യോയിൽ 5:3 ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതുന്നതിന് തടസ്സമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 1 അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ, 1 അക്കൗണ്ട്. അതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ വർഷവും ക്യാപിറ്റൽ എമൗണ്ട് സെയിം ആയിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എമൗണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം എഴുതുന്നത് നമ്മൾ ഇവിടെ കറണ്ട് അക്കൗണ്ടിലായിരിക്കും എഴുതുക. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതുന്നതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസുകൾ അല്ലേ, ഇത്രയും ഡിഫറൻസുകൾ നമുക്കത് പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കുക. ദെൻ ദ ഫോളോവിങ് റിലേറ്റഡ് ടു ദി പ്രോഫിറ്റ് മെയ്ഡ് ബൈ എ ഫേം ഫോർ ദി ലാസ്റ്റ് 4 years. നമുക്ക് ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് 4 വർഷങ്ങളും ഒപ്പം തന്നെ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ബൈ ഫേമിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എമൗണ്ട് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ഗുഡ്വിൽ ഫോർ 4 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അസ്യൂമിങ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. നമുക്ക് സൂപ്പർ പ്രോഫിറ്റിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ വെച്ചുകൊണ്ട് ഗുഡ്വിൽ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കുക. നമ്മൾ ആദ്യം നമുക്ക് ഗുഡ്വിലിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അതായത് ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് അല്ലേ. അപ്പോൾ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് അല്ലേ, അത് പഠിച്ചിരിക്കണം. ആവറേജ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രോഫിറ്റുകളെല്ലാം കൂട്ടിയിട്ട് എത്ര വർഷമുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് നേരിട്ട് പറഞ്ഞിട്ടില്ല. തന്നിരിക്കുന്ന പ്രോഫിറ്റുകൾ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. ഇതിനെ കൂട്ടിയെടുത്തിട്ട് എത്ര വർഷമാണുള്ളത്? 2-4 വർഷമാണുള്ളത് അല്ലേ. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോർമൽ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എമൗണ്ട് ഇൻറ്റു 10% അല്ലേ. 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് അത് കണ്ടുപിടിക്കേണ്ടത്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നോർമൽ പ്രോഫിറ്റ് നമ്മൾ നേരിട്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ 2 lakhs ഇൻറ്റു 10% നമുക്ക് 20,000 എന്ന് കിട്ടും. അപ്പോൾ ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം അല്ലേ. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും നമ്മൾ വ്യത്യാസമാണ് അല്ലേ, 25,000. ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 25,000 ഇൻറ്റു 4 അല്ലേ. 4 years പർച്ചേസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഗുഡ്വിലിൻ്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ, ബി ആൻഡ് സി ആർ ഈക്വൽ പാർട്ണേഴ്സ്. ബി ഡിസൈഡ്സ് ടു റിട്ടയർ. ഒരു 3 പേര് ഈക്വൽ പാർട്ണേഴ്സാണ്. ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. താഴെ പറയുന്ന ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിസർവ് നമുക്ക് റിട്ടയർമെൻറ്റ് ആയതുകൊണ്ട് 3 പാർട്ണേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ റിസർവ് എന്ന് പറഞ്ഞിട്ട് 3 പാർട്ണേഴ്സിനും ഈ 3000-നെ 1000 വെച്ച് ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് റിസർവ് അക്കൗണ്ട് 3000-നെ ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. പ്രോഫിറ്റ് നമുക്ക് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ജേണൽ എൻട്രിയിൽ ആദ്യം എഴുതണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6000 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ആൻസറാണ് വന്നിരിക്കുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ അതായിരുന്നു ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. ഇത് നമ്മൾ പലതവണ പറഞ്ഞ് നമ്മുടെ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പുതിയ പിള്ളേരുണ്ടെങ്കിൽ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ്. അടുത്ത നോക്കുക. കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ annum. 6% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പേരുടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് 1/1/2023 40,000 അല്ലേ. അപ്പോൾ 1/1/2023 വർഷാരംഭം മുതലുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു ഫുള്ള് വർഷത്തേക്ക് 40,000-ൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. 40,000 ഇൻറ്റു 6%. അതിനുശേഷം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 1/5 അല്ലേ. 1/5. അപ്പോൾ 1/5 നമുക്ക് 5 മാസം എടുക്കണം അല്ലേ. അപ്പോൾ ബാക്കിയുള്ള 8 മാസത്തേക്ക് നമ്മൾ ബാക്കി ഇതിന്മേലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നോക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 40,000-ൻ്റെ ഫോർ ഫുൾ ഇയർ അല്ലേ. 40,000 ഇൻറ്റു 6% 2400. അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റൽ അത് നമുക്ക് 8 മാസത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. എന്നാണ് കൊണ്ടുവന്നത് നോക്കുക.
വർഷം തീരാൻ എത്ര മാസങ്ങൾ ബാക്കിയുണ്ടെന്ന് നോക്കുക അല്ലേ. 1/5 കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ 5-ാം മാസം എടുക്കണം. 5-ാം മാസം മുതൽ 12 മാസം വരെ 8 മാസങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ 20,000-ന് നമ്മൾ 8 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 20,000 × 8 മാസത്തേക്കുള്ളതെന്ന് പറയുമ്പോൾ 20,000 × 6/100, അത് ഒരു വർഷത്തെ × 8/12 അല്ലേ. അപ്പോൾ നമുക്ക് 8 മാസത്തെ കിട്ടും 800. ഇനി നമുക്ക് ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് നമുക്ക് കുറയ്ക്കേണ്ടതാണ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിൽ നമ്മൾ ഡ്രോവിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും മേലുള്ള ആ ഒരു കുറവ് നമ്മളിവിടെ വരുത്തുകയും ചെയ്യണം. ഇപ്പോൾ വിഡ്രോവൽസ് 1/10/2023 അല്ലേ. 1/10/2023 1/10/2023 10,000 അവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/10 10-ാം മാസം ഉൾപ്പെടെ അല്ലേ. 10 12 3 മാസത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിൽ കണ്ടുപിടിച്ചിട്ട് നമ്മളത് കുറച്ച് കളയുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും അല്ലേ. ലെഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിൽ ഫോർ 3 months അല്ലേ. അപ്പോൾ 10,000-ൻ്റെ × 6/100 × 3/12 അല്ലേ. അപ്പോൾ നമുക്ക് 150 കിട്ടും. അപ്പോൾ 2,400 800 കൂട്ടുമ്പോൾ 3,200, അതിൽ നിന്ന് 150 കുറയ്ക്കുമ്പോൾ നമുക്ക് 3,050 കിട്ടും അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യത്തെ ആളുടെ കേസിൽ. രണ്ടാമത്തെ ആളുടെ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് നമുക്ക് 30,000-ന് ഫുൾ ഇയറിലേക്ക് അല്ലേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 30,000 അത് മാസത്തിൻ്റെ 1-ാമത്തെ ഡേറ്റ് മുതൽ അവസാനം വരെ ഉണ്ടല്ലേ. അപ്പോൾ 30,000-ൻ്റെ 6% ഫുൾ ഒരു വർഷം മുഴുവനായിട്ടും. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന 1/5 ഈ ബാക്കിയുള്ള 30,000-ന് 8 മാസത്തേക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1,800-ഉം 1,200-ഉം കിട്ടും, മൊത്തം 3,000. ഓക്കെ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ABNCR പാർട്ണേഴ്സ് 3 പാർട്ണേഴ്സാണ്. ഒരാൾ റിട്ടയർ ചെയ്യുന്നു. 60,000 റിട്ടയർ ചെയ്യുന്ന പാർട്ണർ കൊടുക്കാനുണ്ട് അല്ലേ. 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 60,000 കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 10% ഇൻട്രസ്റ്റും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ലോൺ അക്കൗണ്ട് ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ എയുടെ ലോൺ അക്കൗണ്ട് 3 വർഷത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് റിട്ടയറിങ്ങിൻ്റെ കേസിൽ നമ്മൾ പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക, അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുക. ഇപ്പോൾ ഇതാണ് എയുടെ ലോൺ അക്കൗണ്ട് വരച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, 60,000 മൊത്തം കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 60,000-ൻ്റെ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 60,000-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ 20,000 പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കും അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് അതിന് ഇൻട്രസ്റ്റും ഓരോ വർഷവും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ബൈ എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് മൊത്തം കൊടുക്കാനുള്ള എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ആ വർഷത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ലോണ് 60,000-ൻ്റെ 10% 6,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൊത്തം 66,000 നമ്മൾ കൊടുക്കാനുണ്ട്. വർഷാവസാനം നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ വെച്ചാണ് കൊടുക്കുന്നത്. ആദ്യം ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 20,000 അതായത് 60,000-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ വർഷം അടയ്ക്കേണ്ട പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചില്ലേ, ആ 20,000-ഉം ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 6,000-ഓടും കൂട്ടിയിട്ട് 26,000 നമ്മൾ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 66,000-ന് 26,000 കുറച്ച് കഴിയുമ്പോൾ ബാക്കി എത്രയുണ്ട്, 40,000 അല്ലേ. ബാലൻസ് ചെയ്യുന്നു. ഈ 40,000 നമ്മൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ 40,000-ൻ്റെ ഇൻട്രസ്റ്റ് 10% ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇനി നമുക്കിവിടെ ഉള്ള കാര്യങ്ങൾ റിപ്പീറ്റേഷനാണ്, പക്ഷേ എമൗണ്ടിൽ മാറ്റം വരും അല്ലേ. ഇനിയുള്ള എമൗണ്ടിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ് 10% 4,000 അവിടെ ഇരുന്നു. അപ്പോൾ 44,000. വീണ്ടും നമ്മൾ 44,000-ത്തിൻ്റെ നമ്മൾ ഇൻട്രസ്റ്റ് 4,000 കണ്ടുപിടിച്ചു. 20,000 ഈ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ടും ഈ വർഷത്തെ ഇൻട്രസ്റ്റും അല്ലേ. ഓരോ വർഷം നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കുന്നതിൽ മാറ്റമില്ല. എല്ലാ വർഷവും നമ്മൾ 20,000 വെച്ചാണ് 60,000 അടച്ചു തീർക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടണമെന്ന് മാത്രം അല്ലേ. അപ്പോൾ 20,000-ൻ്റെ കൂടെ ഈ 4,000 ഈ വർഷത്തെ ഇൻട്രസ്റ്റോടും കൂട്ടി 24,000 അല്ലേ. നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് 20,000 കിട്ടുന്നു, ഇങ്ങോട്ട് എടുത്തെഴുതുന്നു അല്ലേ. 20,000-ൻ്റെ ഇൻട്രസ്റ്റ് കടം കൂട്ടുന്നു 2,000 അല്ലേ. 20,000 2,000 കൂട്ടി ഈ വർഷം നമ്മൾ 22,000 കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആകുന്നു അല്ലേ. പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് പൂർത്തിയാകുന്നു. ഇങ്ങനെയാണ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് വരയ്ക്കുന്നത്. നമ്മുടെ ചാനലിൽ പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട് വരയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പ്രോബ്ലംസ് ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് SA ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് വളരെ എളുപ്പമുള്ള അഡ്മിഷൻ്റെ ഒരു പ്രോബ്ലവും ഒപ്പം തന്നെ ഡിഫറൻഷ്യൻ്റെ ഒരു പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ 3:2 ആണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ പുതിയൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. വിമൽ 1/4 ഷെയറാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. വിമൽ 30,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നുണ്ട്, 12,000 ഗുഡ് വില്ലായിട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ തന്നെ ഓൾഡ് പാർട്ണേഴ്സ് ഹാഡ് ടു വിഡ്രോ ദ ഫുൾ എമൗണ്ട് ഇൻ ഗുഡ് വിൽ. ഓൾഡ് പാർട്ണേഴ്സ് ഇയാൾ കൊണ്ടുവരുന്ന പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ഫുള്ളായിട്ടും വിഡ്രോ ചെയ്യുന്നുണ്ടല്ലേ. ദെൻ ദ ഫേം ഹാഡ് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 8,000-ൻ്റെ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അസറ്റാണ്. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യുക. സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അസറ്റ് കുറയുകയാണ്, നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്കിൻ്റെ എമൗണ്ടിൻ്റെ 10% അല്ലേ. പ്രൊവിഷൻ നമ്മൾ 5%, ഫണ്ട് ഡെബിറ്റേഴ്സിൻ്റെ 5% കണ്ടുപിടിച്ച് പ്രൊവിഷണൽ ലൈബിലിറ്റിയാണ്, ലൈബിലിറ്റി കൂടുകയാണ് അല്ലേ. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം സ്റ്റോക്കിൽ 5,600 അല്ലേ, അത്രയും കുറവ് വന്നു.
5600 എന്തായിരുന്നു? സ്റ്റോക്കിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണല്ലേ, സ്റ്റോക്കിൻ്റെ 10% അല്ലേ. അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ വാല്യൂ 56,000 അതിൻ്റെ 10% 5600. അത് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്രയാണോ വ്യത്യാസം വന്നത് അത് മാത്രമേ എഴുതാവുള്ളൂ അല്ലേ. പ്രൊവിഷൻ ഫോർ ഡൗട്ടബിൾ ഡെപ്റ്റ്സ്, ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്? ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ നോക്കുക, ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ 5% ആണല്ലേ. ഫണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ്? 40,000 ആണ്. 40,000ത്തിൻ്റെ 5% ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് 2,000 അല്ലേ. ഇനി അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, 8,000 ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം ബാലൻസ് ചെയ്യുന്നു. ഈ രണ്ട് സൈഡും കൂട്ടി നോക്കിയിട്ട് ഇവിടെയാണ് 8,000 കൂടുതൽ. 8,000 നിന്ന് ഈ രണ്ട് എമൗണ്ടുകൾ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് 400 കിട്ടും അല്ലേ. ഇതാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ. ഇതിനെ നമ്മൾ 3:2 ഡിവൈഡ് ചെയ്യുമ്പോൾ 240 160 കിട്ടും അല്ലേ. 400 × 3/5 250, 400 × 2/5 160 അല്ലേ. അങ്ങനെ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് കിട്ടി. ഈ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 240 160 എഴുതിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് അഡ്മിഷൻ ആണല്ലേ, റിട്ടയർമെൻറ്റിൽ അഡ്മിഷൻ ആയതുകൊണ്ട് റിവാലുവേഷൻ പ്രോഫിറ്റ് നമുക്ക് പഴയ പാർട്ണേഴ്സിന് മാത്രമായിട്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി അല്ലേ. ഇനി നമുക്ക് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റ് പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നമ്മൾ എടുത്തെഴുതുന്നു. പുതിയ ആൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 35,000 എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതും. അയാൾ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡിവൈഡ് ചെയ്ത് 7,200 4,800 ഡിവൈഡ് ചെയ്ത് എഴുതും. ഒപ്പം തന്നെ ഈ അതേ എമൗണ്ട് മുഴുവനായിട്ട് അവർ പിൻവലിക്കുകയാണ്. അപ്പോൾ 2 ക്യാഷ് എന്ന് പറഞ്ഞാൽ 7,200 4,800 അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന റിസർവ് 3:2 ഡിവൈഡ് ചെയ്ത് ഓൾഡ് പാർട്ണേഴ്സിന് മാത്രമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഇത് കിട്ടും അല്ലേ. പുതിയ ബാലൻസ് ഷീറ്റ് നമുക്ക് വരയ്ക്കണം. പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ പഴയ ബാലൻസും ഒപ്പം തന്നെ പുതിയ ബാലൻസ് കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ടും അല്ലേ. ഗുഡ്വിൽ കൊണ്ടുവന്നത് അവർ ഓൾറെഡി പിൻവലിച്ച് കഴിഞ്ഞു അല്ലേ, അതുകൊണ്ട് ഇനി അതുണ്ടാവില്ല. പഴയ ബാലൻസും ഒപ്പം തന്നെ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ടും വരും. ഫണ്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് 40,000 മൊത്തം. അതിൽ പ്രൊവിഷനും കുറഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് കാണിച്ചാൽ മതി അല്ലേ. സ്റ്റോക്കിലാണെങ്കിൽ 56,000 നിന്ന് 5,600 കുറവ് വന്നത് കുറച്ചിട്ട് ബാക്കിയുള്ള കാണിച്ചാൽ മതി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റമൊന്നുമില്ല, അതേ എമൗണ്ട് തന്നെ കൊടുക്കുന്നു. ക്രെഡിറ്റേഴ്സിന് മാറ്റമൊന്നുമില്ല, അതേ എമൗണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഈ പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചില്ലേ, ഈ ഒരു പുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് അതാണ് നമ്മൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അല്ലേ, പുതിയ ബാലൻസ് ഷീറ്റിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ടാലിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഡിസൊല്യൂഷനിൽ ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ മിസ്സിസ് എയ്സ് ലോണുണ്ട്, അതൊരു എക്സ്റ്റേണൽ ലൈബിലിറ്റിയാണ്, നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബീസ് ലോണുണ്ട്, അതൊരു ഇൻറ്റേർണൽ ലൈബിലിറ്റിയാണ്, അത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ പേയ്മെൻറ്റ് നടത്തണം അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വഴി ബീഫ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന ജേണൽ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമാണ് ഇത് എഴുതേണ്ടത്. ഇനി നമുക്ക് സ്റ്റോക്ക്, ഫർണിച്ചർ പോലുള്ള ഈ 2 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, അത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് അല്ലേ, അസറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് ലോസാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് റിയലൈസ് ചെയ്ത് 24,000 കിട്ടി, ഫർണിച്ചർ റിയലൈസ് ചെയ്ത് 24,000 കിട്ടി അല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. ക്രെഡിറ്റേഴ്സ് നമ്മൾ 1,000 രൂപ കുറച്ച് കൊടുത്തു. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലേ, ക്യാഷിന് പകരം നമ്മൾ ബാങ്ക് എന്നാണ് എഴുതേണ്ടത്, കാരണം പഴയ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് എന്നാണ് കിടക്കുന്നത് അല്ലേ. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലേ. ഇതൊക്കെയാണ് അതിൻ്റെ ജേണൽ എൻട്രി. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു സ്റ്റോക്ക്, ഫർണിച്ചർ നമ്മൾ 2 അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ, റിയലൈസേഷൻ ഡെബിറ്റ് സൈഡിലേക്ക്. ബൈ ക്രെഡിറ്റേഴ്സ് മിസ്സിസ് എയ്സ് ലോൺ അക്കൗണ്ട് 2 എക്സ്റ്റേണൽ ലൈബിലിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. അതിനുശേഷം ടു ബാങ്ക് നമ്മൾക്ക് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തി അല്ലേ, 60,000 1,000 കുറച്ച് 59,000. റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു, ടു ബാങ്ക് 1,000. ടു ബാങ്ക് മിസ്സിസ് എയ്സ് ലോൺ അല്ലേ, മിസ്സിസ് എയുടെ ലോൺ നമ്മൾ കൊടുത്തു തീർക്കുന്നത്, മിസ്സിസ് എയുടെ ലോൺ കൊടുത്തു തീർക്കുന്നു. ഓക്കെ, നോക്കുക. മിസ്സിസ് എ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ലൈബിലിറ്റി ആയതുകൊണ്ട് നമ്മളത് പേയ്മെൻറ്റ് റിയലൈസേഷൻ അക്കൗണ്ട് വഴിയാണ് കൊടുക്കുന്നത് അല്ലേ. എയുടെ ലോണാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വഴി എയ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ടിൽ മാത്രം എഴുതുന്നത്. അതിനുശേഷം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുന്നു. 2,000 വന്നിരിക്കുന്നത്. 2,000 നമ്മുടെ അവരുടെ റേഷ്യോയിൽ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് 1,200 800 എന്ന രീതി കിട്ടുന്നു അല്ലേ. പിന്നെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബൈ ബാലൻസ് ബി ഡി എന്ന് എഴുതി. റിയലൈസേഷൻ പ്രോഫിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1,800 800 ഇങ്ങോട്ട് എടുത്തെഴുതി. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് നമ്മൾ അവർക്ക് ഡിവൈഡ് ചെയ്ത് എയ്ക്കും ബിക്കുമായിട്ട് ഡെബിറ്റ് ചെയ്തു അല്ലേ. അതിനുശേഷം ഈ ഒരു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ് അല്ലേ, ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും രൂപ, എയ്ക്ക് 18,300 ബിക്ക് 12,200 കൊടുത്തു വിടുന്നു അല്ലേ. ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് നമ്മളെപ്പോഴും ഡെബിറ്റ് സൈഡിൽ ആദ്യമായിട്ട് എഴുതണം അല്ലേ. അതിനുശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ടുകളെല്ലാം സ്റ്റോക്ക് വിറ്റ് 23,000 കിട്ടി, ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് എഴുതണം. ഫർണിച്ചർ വിറ്റ് 24,000 കിട്ടി, ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞല്ലേ, ആ ഒരു അസറ്റിൻ്റെ പേരിലല്ല. ഇതെല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്ത അക്കൗണ്ടിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്.
ഇനി നമ്മൾ പേയ്മെൻറ്റ് നൽകുന്നതെല്ലാം ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത് 59,000, ബൈ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു 1000. അടുത്ത പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് മിസ്സസ് എയുടെ ലോണാണ് ബൈ റിയലൈസേഷൻ അല്ലേ. പിന്നെ ബിയുടെ ലോൺ ഉണ്ടല്ലേ, പാർട്ണറുടെ ലോണ്, അതാണ് ബീഫ് ലോൺ അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞ ജേണൽ എൻട്രി. അപ്പോൾ ബൈ ബീഫ് ലോൺ എന്ന് പറഞ്ഞ് 4,000 കൊടുത്തു തീർത്തു. അതിനുശേഷം പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കുറച്ചും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച് അവരുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് നടത്തിയില്ലേ, ടു ബാങ്ക് എന്ന് പറഞ്ഞ എമൗണ്ട് എഴുതിയില്ലേ, അത് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരും അല്ലേ. അപ്പോൾ 18,300 12,200 കൂടി 30,500. അപ്പോൾ നമുക്ക് ഇത്രയും രൂപ നമുക്ക് ഇവിടെ ടാലിയായിട്ട് കിട്ടുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ പ്രോബ്ലം ചെയ്യുക. ഇനി നമുക്ക് ഇത്രയും ഉള്ളൂ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ് ഇനി അടുത്തത് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ ദ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺസ് ദ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം, അതിനുള്ള ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നൗ ഫംഗ്ഷൻ ആണ് അല്ലേ. ദെൻ CLT, കോഴിക്കോടിന് CLT എന്ന് എഴുതുന്നത് നമുക്കറിയാം ന്യൂമോണിക് കോഡാണ് അല്ലേ. ദ വൗച്ചർ യൂസ്ഫുൾ ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ന്യൂക്കാത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ജിനുക്കാത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതുന്നത് എങ്ങനെയായിരുന്നു, ജേണൽ വൗച്ചറിലാണ് എഴുതുന്നത് അല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ഫ്രം ദി ഫോളോവിങ്, താഴെ പറയുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു കൗണ്ട് ദ നമ്പർ ഓഫ് MD സെൽ ഇൻ ദി ഗിവൺ റേഞ്ച്, നമ്മുടെ MD സെല്ലിൽ ഗിവൺ റേഞ്ച് കൗണ്ട് ചെയ്യുന്നത് എന്താണ്, കൗണ്ട് ബ്ലാങ്ക് ആണല്ലേ. MD സെൽ ആകുമ്പോൾ കൗണ്ട് ബ്ലാങ്ക് ആണ് വരുന്നത്. അടുത്തത് വരുന്നത് ടു ഫംഗ്ഷൻ ദ കമ്പൈൻ സെവറൽ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഓഫ് ഡിഫറൻറ്റ് സെൽസ് ഇൻ ടു വൺ സ്ട്രിങ് എന്ന് പറയുന്നത് കൺകാറ്റനേറ്റ് ആണല്ലേ, കൺകാറ്റനേറ്റഡ് ഫംഗ്ഷനാണ് വരിക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ദ എൻ്റയർ ഏരിയ ഓഫ് ചാർട്ട്, അതിന് പറയുന്ന പേരെന്താണ് അല്ലേ, ചാർട്ട് ഏരിയ. ഐഡൻറ്റിഫയർ ഓഫ് പീസ് ഓഫ് ഇൻഫർമേഷൻ, അതിനെന്താണ് പറയുന്നത്, ചാർട്ട് ലെജൻഡ് എന്നാണ് പറയുന്നത് അല്ലേ, ലെജൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇനി റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ പ്രിപ്പയറിംഗ് ചാർട്ട് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്, ഡാറ്റ എൻട്രിയിൽ ഡാറ്റ സെലക്ഷന്, ഇൻസേർട്ട്, ചാർട്ട് ടൈപ്പ് തിരഞ്ഞെടുക്കുക, ഫിനിഷ് ചെയ്യുക അല്ലേ, ആ രീതിയിലാണ്. ഹൗ ടു ഡിലീറ്റ് എ ലെഡ്ജർ അക്കൗണ്ട് ഇൻ ജിനുക്കാത്തിൽ ലെഡ്ജർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് എഡിറ്റ് മെനു മാസ്റ്റർ മെനുവിൽ നിന്ന് എഡിറ്റ് മെനു എടുക്കുക, സെലക്ട് ചെയ്ത് ലെഡ്ജർ അക്കൗണ്ട് ടു ബി ഡിലീറ്റഡ് ഏത് ലെഡ്ജറാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഡിലീഷൻ നടത്താം. റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോവിങ്, ടേബിൾ എന്താണ്, ക്വറി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലോസ് ഡാറ്റാബേസ് ഡിസൈനർ ടു ക്രിയേറ്റ് ദ ഡാറ്റ ടേബിൾ വിത്ത് ദ റെസ്പെക്റ്റീവ് ഫീൽഡ് നെയിം അല്ലേ. നമുക്ക് റെസ്പെക്റ്റീവ് ഫീൽഡ് നെയിം വെച്ചുകൊണ്ട് ഒരു ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡാറ്റാബേസ് ടേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ക്വറീസ് എന്ന് പറഞ്ഞാൽ ദ കമ്പോണൻറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രൈവ് ഫിൽറ്റേഡ് ഇൻഫർമേഷൻ, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഫിൽറ്റർ ചെയ്ത ഇൻഫർമേഷൻ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ക്വറി എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ഇനി 3 സബ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ് സിസ്റ്റം, ഇൻവെൻട്രി സബ് സിസ്റ്റം അല്ലേ, ഏതെങ്കിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫൈ ദ ഫോളോവിങ് പേറോൾ കോമ്പോണൻസ്, ഇതിൽ ഏതൊക്കെയാണ് പേറോളിൽ ഏണിങ്സ് എന്താണ്, വരുമാനം എന്താണ്, ഡിഡക്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ബേസിക് എന്ന് പറയുന്നത് ഏണിങ്സ് ആണ്, HR ഏണിങ്സ് ആണ്, TDS ഒരു ഡിഡക്ഷനാണ്, PF എന്ന് പറയുന്നത് ഡിഡക്ഷനാണ് അല്ലേ, TDX PF ഡിഡക്ഷനാണ്, പ്രൊഫഷണൽ ടാക്സും ഡിഡക്ഷനാണ് അല്ലേ. നമുക്കിവിടെ ഏണിങ്സ് ആയിട്ട് വരുന്നത് ബേസിക് പേ, HRA, DA, ഇത്രയും കാര്യങ്ങളാണ് ഏണിങ്സ് ആയിട്ട് വരുന്നത് അല്ലേ. ബേസിക് പേ, HRA, DA, ഡിഡക്ഷനായിട്ട് TDS PF പ്രൊഫഷണൽ ടാക്സ് അല്ലേ. അടുത്ത എക്സ്പ്ലെയിൻ 3 ഫീച്ചേഴ്സ് ഓഫ് ജിനുക്കാത്തയുടെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ളതാണ്. ആ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ റൈറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി ഫോളോവിങ് ഫംഗ്ഷൻ, താഴെ പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ട് ഇഫ് എന്തിനു ഉപയോഗിക്കുന്നു, PMT എന്തിനു ഉപയോഗിക്കുന്നു, സം ഇഫ് എന്തിനു ഉപയോഗിക്കുന്നതൊക്കെ എഴുതിയാൽ മതി. നിങ്ങളത് എഴുതുമ്പോൾ അതിൻ്റെ സിൻടാക്സ് കൂടെ എഴുതുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ കൗണ്ട് ഇഫ് നമുക്ക് കൗണ്ട് ദ നമ്പർ ഓഫ് സെൽ ദാറ്റ് മീറ്റ് എ ക്രൈറ്റീരിയ, ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ എത്ര സെല്ലുകളിലാണ് ആ നമ്പറുകളുള്ളതെന്നുള്ളത് കൗണ്ട് ചെയ്യുന്നു അല്ലേ. ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് എത്ര സെല്ലുകളിൽ ഈ നമ്പർ ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുന്നതിനാണ് കൗണ്ട് ഇഫ് ഉപയോഗിക്കുന്നത്, ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് എണ്ണുമ്പോൾ അല്ലേ. സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്. PMD എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ഒക്കെ അല്ലേ, ഫിക്സഡ് പേയ്മെൻറ്റ് പീരിയോഡിക് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ആ ഒരു EMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടു കാൽക്കുലേറ്റ് ദി EMI ഓഫ് ലോൺ അല്ലേ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്. സം ഇഫ് നമ്മൾ ഉപയോഗിക്കുന്നു ടു ആഡ് ഓൾ നമ്പേഴ്സിന് റേഞ്ച് ഓഫ് സെൽസ് അല്ലേ. ഒരു റേഞ്ച് ഓഫ് സെൽസിലെ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു റേഞ്ചിലെ എല്ലാ സെല്ലിലുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സം ഇഫ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇതാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക്, നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ കുട്ടികൾക്ക് വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്